ജോലി ചെയ്യുന്നതിനിടെ യുവാവ് കുഴഞ്ഞുകൊണ്ട് മരിച്ചു, അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെ യുവാവ് കുഴഞ്ഞുകൊണ്ട് മരിച്ചു. എന്തുകൊണ്ടായിരിക്കാം യുവാക്കളിൽ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള മരണനിരക്കും അസുഖങ്ങളും വരാനുള്ള കാരണം? ഇത് നമുക്ക് തടയാൻ സാധിക്കുമോ? നമസ്കാരം, ഞാൻ ഡോക്ടർ ഉമറുൽ ഫാറൂഖ്, സാൻസ് പോളിക്ലിനിക്കിലെ ജനറൽ പ്രാക്ടീഷണർ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് യുവാക്കളിൽ ഹൃദയാഘാതം കൂടുതലായിട്ടുണ്ടാവുന്നതിന്റെ കാരണത്തെ പറ്റിയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇന്നത്തെ തലമുറയിൽ ഇതുപോലുള്ള അസുഖങ്ങളുടെ നിരക്ക് വളരെയധികം കൂടാനുള്ള കാരണം? പല പഠനങ്ങളും തെളിയിക്കുന്നത് മുന്നത്തെ വർഷത്തെ സംബന്ധിച്ചിടത്തോളം 50% മുതൽ 60% വരെ ഇതുപോലുള്ള അസുഖങ്ങൾ കൂടി വരുന്നുണ്ടെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ അസുഖം കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ഭയങ്കര വലിയ മാറ്റങ്ങളെ പറ്റിയാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇന്നത്തെ തലമുറയിൽ കൂടുതലായും ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്, ഉപ്പിന്റെ അംശം കൂടുതലുള്ള സാൾട്ടായിട്ടുള്ള ഫുഡുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതോടെ തന്നെ ശരീരത്തിൽ കൊഴുപ്പിന്റെയും ഉപ്പിന്റെയും അംശം കൂടുകയും അത് രക്തസമ്മർദ്ദം കൂടുന്നതിനും അത് ഭാവിയിൽ ഹൃദയാഘാതം പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാനും കാരണമാകും. ഇതുപോലുള്ള സാഹചര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ഉപയോഗിക്കുന്ന ഉപ്പിന്റെ അളവ് ഒരു 5 ഗ്രാമിൽ കുറയ്ക്കുക. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ പോലെയുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്യുന്നതോടെ നമുക്ക് ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഇന്നത്തെ തലമുറ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ വ്യായാമത്തിന്റെ കുറവ്. പലപ്പോഴും നമ്മൾക്ക് കൂടുതലായും ഇരുന്നുള്ള അല്ലെങ്കിൽ ഓഫീസ് ജോലികളാണ് കൂടുതലായിട്ടും ആൾക്കാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാഹനത്തിലൂടെയുള്ള സഞ്ചാരം. അതുകൊണ്ട് തന്നെ തലമുറയിൽ നിന്ന് നടക്കുന്നതും വ്യായാമം ചെയ്യുന്നതിന്റെ അളവ് വളരെയധികം കുറവാണ്. നമ്മൾ കൂടുതലായിട്ട് നടക്കുന്നതിലൂടെയും വ്യായാമം ചെയ്യുന്നതിലൂടെയും നമ്മുടെ ഹൃദയത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഇതുപോലുള്ള അസുഖങ്ങളിൽ നിന്ന് തടയാനും നമുക്കത് കാരണമാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ രീതിയിലുള്ള യോഗയോ സ്കിപ്പിങ്ങോ അതുപോലുള്ള ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്താനും ഇതുപോലുള്ള അസുഖങ്ങളിൽ നിന്ന് തടയാനും അതൊരു കാരണമാണ്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, ആ ഒരു അവസ്ഥയെ പറ്റിയാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ യുവതലമുറ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും നേരിടും. അത് വർക്ക് പ്രഷർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുകയും അത് കാരണം ഉറക്കമില്ലായ്മ ഒരു പ്രധാന കാരണമാണ്. ഈ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളായിട്ടും ഫാമിലി മെമ്പേഴ്സുമായിട്ടും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക. അല്ലെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടാം. ഇതുപോലെയൊക്കെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ ഒരു നല്ലൊരു ഗുഡ് സ്ലീപ്പ് കിട്ടുകയും ചെയ്യുന്നതിലൂടെ ഈ ഒരു പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം കാണാവുന്നതാണ്. പിന്നെ നമുക്ക് നാലാമതായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് പുകയിലയുടെ ഉപയോഗം, ടൊബാക്കോ അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ ഉപയോഗം. ഇതെല്ലാം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള കാരണമാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദമാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, ബി പി എപ്പോഴും നമ്മളൊരു സൈലന്റ് കില്ലർ എന്നാണ് ബി പി നമ്മൾ പറയാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ആളുകളിലും ഇതിന്റെ ലക്ഷണങ്ങളൊന്നും തുടക്കത്തിൽ കാണിക്കണമെന്നില്ല. പല കോംപ്ലിക്കേഷൻസ് എത്തുമ്പോൾ അവസാന നിമിഷങ്ങളിൽ എത്തുമ്പോഴായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക. അപ്പോഴേക്കും അതൊരു എൻഡ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ആയിട്ട് ബി പി ചെക്ക് ചെയ്യുക. അതായത് ഒരു 3 മാസം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ കൂടുതലുള്ള പാരമ്പര്യമായിട്ട് ബി പി ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ബി പി ചെക്ക് ചെയ്യുകയും ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അതൊരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള മരുന്നും കാര്യങ്ങളും കഴിക്കുക ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പരിഹാരം എന്ന രീതിയിൽ പറയാനുള്ളത്. ബി പിയുടെ ചികിത്സയിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു തെറ്റായ ഒരു ധാരണയാണ് ബി പിയുടെ മരുന്ന് പെട്ടെന്ന് നിർത്തുക, നോർമലാണ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മരുന്ന് നിർത്തുക എന്നുള്ളത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി പി നോർമലായി നിൽക്കുന്നത് നമ്മൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ബി പിയുടെ മരുന്ന് നമ്മൾ പെട്ടെന്ന് നിർത്തുന്നതിലൂടെ സ്ട്രോക്ക് പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടാവാനും ഇത് കാരണമാകും. പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഹൃദയാഘാതം പോലെയുള്ള അസുഖങ്ങളെ തൊട്ട് വലിയൊരു ശതമാനം തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു അസുഖം വന്നിട്ട് അതിനെ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ആ അസുഖം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ കാരണങ്ങളെല്ലാം ഒഴിവാക്കി ആ അസുഖം വരാതെ നോക്കുക എന്നുള്ളതിലാണ് നല്ലത്. അപ്പോൾ അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടുകയും അതിനുള്ള മരുന്നോ കാര്യങ്ങളോ എടുത്ത് ആ അസുഖത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
ഈ പറഞ്ഞ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തി ഒരു പുതുതലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു ഫോർ ലിസണിങ്.